വചന പുലരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 23-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകിയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകിയില്ല. എന്നാൽ ആ വാക്യത്തിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കാം. എനിക്ക് എന്തിനെങ്കിലും കുറവുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഇടയനല്ല എന്നല്ലേ അതിനർത്ഥം? ശരിക്കും ആലോചിച്ച് അത് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് എനിക്കെന്തെങ്കിലും കുറവുണ്ടോ എന്നാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും കുറവില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എന്തിനെങ്കിലും കുറവുണ്ടെങ്കിൽ കർത്താവിനെ ഞാൻ ഇടയനാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത് കർത്താവിനെ ഞാൻ ഇടയനാക്കണമെന്നുള്ളതാണ്. ഏതെല്ലാം തലങ്ങളിലാണോ കർത്താവിനെ ഇടയനാക്കാത്ത ആ തലങ്ങളെല്ലാം ഞാൻ കർത്താവിനെ ഇടയനാക്കി മാറ്റുമ്പോൾ എനിക്ക് കുറവുണ്ടാകിയില്ല. ഇടയനറിയാം എപ്പോഴാണ് ആടുകളെ ആലയിൽ നിന്ന് അഴിച്ചു വിടേണ്ടതെന്ന്. ഇടയനറിയാം എപ്പോഴാണ് ആടുകൾക്ക് ആഹാരം കൊടുക്കേണ്ടതെന്ന്. ഇടയനറിയാം ആടുകളുടെ അടുക്കിലേക്ക് എപ്പോഴാണ് ദുഷ്ടമൃഗങ്ങൾ വരുന്നതെന്ന്. ഇടയനറിയാം എപ്പോഴാണ് ആടുകൾക്ക് ദാഹിക്കുന്നതെന്ന്. ഇടയനറിയാം ആടുകളുടെ ഓരോ ചെറിയ സ്പന്ദനങ്ങളും അറിയാം. ആ ഇടയനെ ഞാൻ ഇടയനാക്കി മാറ്റുമ്പോൾ, എൻ്റെ കർത്താവാക്കി മാറ്റുമ്പോൾ, എൻ്റെ നാഥനാക്കി മാറ്റുമ്പോൾ, അവൻ എൻ്റെ ഇടയനായി വരുമ്പോൾ എനിക്ക് പിന്നെ ഒന്നിനും കുറവില്ല. പ്രിയമുള്ളവരെ, ഈ ഇടയനെ നിൻ്റേതാക്കി മാറ്റുമ്പോൾ ദൈവത്തിൻ്റെ മകനായി രൂപാന്തരപ്പെട്ട് നീ ശക്തി പ്രാപിച്ച് ദൈവകൃപയാൽ നിറയും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സാന്നിധ്യത്തിൽ.